ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വെറും രണ്ട് ഐറ്റംസ് കൊണ്ടൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് കപ്പയാണ്, നമ്മുടെ ഏത്തക്കയാണ്. ശരിക്കും ഈ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ആഫ്രിക്കൻ വീഡിയോസൊക്കെ കാണുമ്പോൾ ആഫ്രിക്കക്കാർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും സ്റ്റിക്കി ആയിട്ടുള്ള സാധനം, അതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ഒക്കെ ഒഴിച്ച് ഭയങ്കര ചൂടോടെ ഇങ്ങനെ കഴിക്കുന്നത് കാണാൻ പറ്റും. അത് കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ ഐറ്റത്തിന് പറഞ്ഞ പേരാണ് ഫൂഫു. ഫൂഫു എന്നാ പറയുക. ശരിക്കും ഇത് വെസ്റ്റ് ആഫ്രിക്കക്കാരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ഇത് ശരിക്കും ഇവർ ഉണ്ടാക്കുന്നത് നമ്മുടെ കപ്പയില്ലേ, ടപ്പിയോക്ക, അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചേന, കാച്ചിൽ, ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഏത്തക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫൂഫു ആണ്. ചിക്കൻ കറിയും കൂട്ടി ഇന്നത്തെ ഡിന്നറിന് അടിക്കാനുള്ള പരിപാടിയാണ്. ചിക്കൻ കറി ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫൂഫുവിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ചിക്കൻ കറി വേറൊരു കല്ല് കാണിക്കട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിരിക്കുന്ന 2 കപ്പയും ഒരു ഏത്തക്കായുമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇവർ വെറും കപ്പ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, വെറും ഏത്തക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ കേട്ടിരിക്കുന്നത് ഒരു ആഫ്രിക്കൻ വീഡിയോയിൽ തന്നെ ഞാൻ കണ്ടതാണ്, ഈ കപ്പയുടെ കൂടെ ഏത്തക്ക ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ന്യൂട്രീഷണലാണ്. അതുകൂടാണ്ട് ആ സ്റ്റിക്കി നേച്ചർ, ഒട്ടുന്ന സ്വഭാവം കുറച്ചൊന്ന് മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് രണ്ടും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ കപ്പയും ഏത്തക്കയും ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാൻ പോകണേ. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ജപ്പാനിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കത്തിയാട്ടോ, നല്ല കത്തിയാ. നിങ്ങൾ ഏത്തക്ക എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുറ്റിയ ഏത്തക്ക എടുക്കാം കേട്ടോ. മൂക്കാത്താണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ രണ്ടിനെയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. തന്നെ ആദ്യം നമുക്ക് ഏത്തക്കയെ കട്ട് ചെയ്യാം. നമുക്ക് ഈ കപ്പയെ വെള്ളത്തിലേക്കൊന്ന് മുറിച്ചണം കേട്ടോ. ഇതൊക്കെ മാറ്റണം കേട്ടോ, നാര് പോലത്തെ സാധനം. ഇനി നമുക്ക് ഈ കപ്പയെ ഒരു 2-3 വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കണം. പറ്റിയാൽ കുറേ സമയം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് കയ്പുണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നാലും കഴുകിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾ സെറ്റാണ്, എല്ലാം കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കപ്പയും ഏത്തക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല, പകുതി ഇത് ഇടാം നമുക്ക് കേട്ടോ. ഇതിലും പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കേട്ടോ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഫൈനായിട്ട്, എത്രത്തോളം ഫൈനായിട്ട് ഇതിനെ അടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് മിക്സി അടിച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ അടിച്ചെടുത്ത ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇത് ഓൾ സെറ്റാണ്. നമ്മുടെ കപ്പയെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചുകൊണ്ട് ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, നേരത്തെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ടില്ലേ, അപ്പോൾ തന്നെ ഉപ്പിട്ടാൽ വളരെ നല്ലതാണ്. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഈ ഫൂഫു നമ്മൾ ചിക്കൻ കറിയൊക്കെ കൂട്ടിയാൽ കഴിക്കാം. അപ്പോൾ പിന്നെ ഉപ്പിച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാതെ നോക്കണേ. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ശരിക്കും കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ അടിയിൽ പിടിക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ പിടിക്കും കുറച്ചൊക്കെ, എന്നാലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് കുറച്ചൊരു സമയം എടുക്കുന്ന പ്രോസസ്സ് കേട്ടോ, ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമ്മളിത് കട്ട പിടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ഞാനെടുത്ത പാൻ കുറച്ച് ചെറുതായിപ്പോയി, ഇത്തിരി വലുതാണെങ്കിൽ ഈസിയായിട്ട് ഇളക്കാം കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ മാറ്റുന്നില്ല. ഇപ്പോൾ ഇത് ഒന്നും കൂടെ കട്ടിയായിട്ട് ഒന്ന് സ്റ്റിക്കി ആയിട്ട് വരണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫൂഫു ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുറച്ച് മതിയേ. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടലങ്ങ് നിന്നു കേട്ടോ. ഇനി ഇതിങ്ങനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ.
വളരെ ലോ ഫ്ലെയിം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ, ചിലപ്പോൾ കരിഞ്ഞാലൊന്നൊരു പേടി. വെള്ളമൊക്കെ പറ്റി നമ്മുടെ ഫൂഫുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാട്ടോ. ശരിക്കും ആ ഒരു ടെക്സ്ചർ തന്നെയല്ലേ നമ്മൾ ആഫ്രിക്കൻ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ. നൈസ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്തു. ഇത് ശരിക്കും അവരാണെങ്കിൽ ആഫ്രിക്കക്കാർ കാണിക്കുമ്പോൾ പലപ്പോഴും കണ്ടോ, അവർ കയ്യിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് ഇതിങ്ങനെ ബോളായിട്ട് ഉരുട്ടി കാണിക്കും. നമുക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റാത്താലും. യെസ് ഡേ നമ്മുടെ ഫൂഫു അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് അടുത്ത് നോക്കിക്ക്, ശരിക്കും ആ ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ട. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കണമെന്ന് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം കേട്ടോ. അപ്പോൾ അവസാനം നമ്മുടെ ആഫ്രിക്കൻ ട്രഡീഷണൽ ഫുഡിനെ നമ്മുടെ ട്രഡീഷൻ്റെ ഭാഗമായ വാഴയിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. പ്ലസ് കുറച്ച് ചിക്കൻ കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും നിങ്ങൾ കഴിക്കുന്ന കണ്ടുണ്ടോ, അവരിങ്ങനെ ഇതിൻ്റെ പുറത്ത് കുറേ ചിക്കൻ കറി ഇത്രയും ഉണ്ടാവും. ഒഴിച്ചിട്ട് എല്ലാം കൂടി ഇളക്കിയിട്ട് കഴിക്കണം. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഒരു വളരെ കുറച്ച് ചിക്കൻ കറി ഇതിൻ്റെ പുറത്തേക്ക് കഴിക്കാൻ പോകട്ടെ. ശരിക്കും ഇവരുടെ മെയിൻ ഇതിൻ്റെ ഗ്രേവി ആട്ടോ. യെസ്, ചിക്കൻ കറിയും ലുക്കിംഗ് യമ്മിയാണ്. ലേയുടെ റെസിപ്പി ആട്ടോ. നോക്കട്ടെ. ഇത് കണ്ടോ, ഇങ്ങനെ വരാം. അവരിങ്ങനെ ബോൾസായിട്ട് ഇങ്ങനെ കടിക്കണേ കണ്ടിട്ടുണ്ട്. പ്ലസ് ഞാനും ഫസ്റ്റ് ടൈം കഴിക്കാം കേട്ടോ. എന്നാലും വായിൽ വെള്ളം വരുന്നുണ്ട്. എന്താ സംഭവം? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വാവൊന്നും ഞാൻ പറയില്ല. നമ്മൾ ഏത്തക്ക ചേർത്ത കാരണം ആ ഏത്തക്കയുടെ ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ഫുഡാണ്. ഒരു പ്രാവശ്യം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം ഫലീസ്.